എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ പയ്യന്നൂർ നഗരസഭയുടെ മുന്നിലാണുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നഗരസഭയിലെത്തിയത്. നമ്മൾക്കറിയാം, പയ്യന്നൂരിലെ 10-14 ദിവസമായിട്ട് പയ്യന്നൂർ പെരുമാളുടെ ക്ഷേത്രത്തിൽ, പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധന മഹോത്സവം നടക്കുകയാണ്. പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതയുള്ള, പയ്യന്നൂർ എന്ന് പറയുന്ന പേരിന് തന്നെ അടിസ്ഥാനമായിട്ടുള്ള പയ്യന്നൂർ പെരുമാളുടെ ക്ഷേത്രമാണ് പയ്യന്നൂർ അമ്പലം അഥവാ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ വിവിധ ചടങ്ങുകളുണ്ട്. പയ്യന്നൂരിന്റെ ആരാധന എന്ന് പറഞ്ഞാൽ പെരുമാൾ ഭക്തരെ സംബന്ധിച്ചിടത്തോളം, പയ്യന്നൂരിലെ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂരിന്റെ ഉത്സവമാണ്. അങ്ങനെയുള്ള ആ ഉത്സവം നടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നല്ലതല്ലാത്ത പല പ്രവണതകളും വർഷങ്ങളായിട്ട് അവിടെ ഉണ്ടാകുന്നു. ആരാധനാക്രമത്തിൽ ഉണ്ടാവുന്നു. അവിടെ പാരമ്പര്യമായിട്ട് പുലർത്തുന്ന പാരമ്പര്യമായിട്ട് നടന്നു പോകുന്ന ചില സമ്പ്രദായങ്ങൾക്ക് വിരുദ്ധമായിട്ട് അവിടെ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ആരാധന മഹോത്സവത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കലാപരിപാടികൾക്ക് നൽകുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിരവധി വിഷയങ്ങൾ പച്ചവെളിച്ചം എന്ന മാധ്യമവും നിരന്തരമായിട്ട് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ അത് അവിടുത്തെ വിശ്വാസ സമൂഹത്തിൽപ്പെട്ട ആളുകളും പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാതെ ചില തൽപര കക്ഷികളായ ആളുകൾ ഈ ആരാധന മഹോത്സവത്തിന്റെ അവരുടെ വ്യക്തിഗതമായ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഹൈജാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം നമ്മൾക്കറിയാം, അവിടെയുള്ള പ്രദേശവാസികൾക്കും അതുപോലെ തന്നെ നമ്മുടെ പയ്യന്നൂർ അമ്പലം സ്ഥിരമായി പോകുന്നവർക്കും അറിയാം, അവിടെ ഭക്ഷണം എല്ലാ ദിവസവും പതിവിന് വിരുദ്ധമായിട്ട്, പണ്ട് കാലത്ത് ആരാധന മഹോത്സവത്തിന്റെ അവസാന ദിവസം, അതായത് ഇന്ന് പെരുമാളുടെ പ്രസാദ ഊട്ടുണ്ട്. അതിന് പല പ്രദേശങ്ങളിൽ നിന്നായിട്ട് ധാരാളം ആളുകൾ എത്തും. 10,000-കണക്കിന് ആളുകൾ. ഇന്ന് 25,000 പേർക്കാണ് ഭക്ഷണം. അതുകൊണ്ട് 10,000-ൽ ഏറെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പാരമ്പര്യമായിരുന്നു പയ്യന്നൂരിനുണ്ടായിരുന്നത്. അത് പണ്ട് മുതൽ അങ്ങനെയാണ്. ആരാധനയുടെ അവസാന ദിവസം വിഭവ സമൃദ്ധമായ സദ്യ. ആ സദ്യക്ക് തന്നെ വലിയ പ്രാധാന്യമുണ്ട്. വ്യത്യസ്തമായ ഭക്ഷണം, കറികൾ, അതിനൊരുപാട് പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകതയെക്കുറിച്ച് പച്ചവെളിച്ചം തന്നെ പറഞ്ഞിട്ട്, അത് വേണമെങ്കിൽ അതിന്റെ മേന്മ, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് പറയുന്ന വീഡിയോ വേണമെങ്കിൽ പച്ചവെളിച്ചം ചെയ്യാം. എന്നാൽ ഇന്ന് അവിടെ എല്ലാ ദിവസവും, കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ ദിവസവും പ്രസാദ ഊട്ട് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അവിടെ കൊണ്ടുവരുന്നു. അത് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അവിടെയുള്ള ആളുകൾ ശരിക്കും പറഞ്ഞാൽ പയ്യന്നൂർ അമ്പലത്തിൽ ഒരു ദിവസമാണ് പ്രസാദം ഊട്ട്. ഈ ആരാധന മഹോത്സവത്തിൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായം അവിടെ കൊണ്ടുവന്നു. അത് അവിടുത്തെ ആചാരമല്ല, അനുഷ്ഠാനമല്ല. ഭക്ഷണം കൊടുത്തോട്ടെ, എന്നാൽ അതിനാവശ്യമായ സൗകര്യങ്ങൾ, ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറായിട്ടില്ല. അതിനൊക്കെ അടിസ്ഥാനത്തിൽ കുറേ വർഷങ്ങളായിട്ട് അരിക്കാച്ചിക്കുളം എന്ന് പറയുന്ന അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കുളമുണ്ട്. അത് ക്ഷേത്രത്തിന്റെ കുളമാണ്. അതിലേക്കാണ് എല്ലാ ഭക്ഷണ അവശിഷ്ടങ്ങളും, കൈ കഴുകിയ വെള്ളവും കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ പാത്രം കഴുകിയ വെള്ളവും എല്ലാം അവിടെ തള്ളുന്ന ആ വിഷയം പച്ചവെളിച്ചം നിരന്തരമായിട്ട് വാർത്തകൾ ചെയ്തിരുന്നു. ആ വിഷയം നിരന്തരമായി വാർത്ത ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ അതിൽ ഇടപെട്ടിരുന്നു, അതിൽ നടപടി സ്വീകരിച്ചിരുന്നു. ഇപ്രാവശ്യം അതിൽ ഒരു ഭക്ഷണ അവശിഷ്ടങ്ങൾ തള്ളാൻ വേണ്ടി പാടില്ല എന്ന തീരുമാനം നഗരസഭ എടുത്തിരുന്നു. അതിനെ അവർ അഭിനന്ദിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. എന്നാൽ ഇപ്രാവശ്യം ആരാധന മഹോത്സവം തുടങ്ങുന്ന സംഘാടക സമിതി രൂപീകരണത്തിൽ തന്നെ ആദ്യം സംസാരിച്ചത് പച്ചവെളിച്ചമായിരുന്നു. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ഏർപ്പാട് നിർത്തണം. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ദിവസം, അവസാന ദിവസമാണ് ഭക്ഷണം നൽകിയിരുന്നത്. വേണമെങ്കിൽ 1-2 ദിവസം കൂടുതൽ നിങ്ങൾക്ക് നൽകാം. അതുകൊണ്ട് ഈ തീരുമാനം നിങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞ സമയത്ത് അതിന്റെ ട്രസ്റ്റി ബോർഡ് അടക്കമുള്ള ആളുകൾ ഉറപ്പ് നൽകിയിരുന്നു. എന്ത്? നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കും. അതുകൊണ്ട് അവിടെ നമ്മളെ ഉണ്ടാക്കും. നമുക്ക് ഭക്ഷണം ആ രീതിയിൽ കൊടുക്കണം എന്നാണ് ആഗ്രഹം. അത് നമുക്ക് ആലോചിക്കാം. നമ്മൾ എന്തായാലും ട്രീറ്റ്മെന്റ് പ്ലാനിന്റെ പ്രവൃത്തി അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ പ്രദേശവാസികളായ ആളുകൾ അവിടെ സംഘടിച്ച് വന്നിട്ട് ആ യോഗത്തിൽ, അതുവരെ വരാതിരുന്നവർ സംഘടിച്ചിട്ട്, അവരെ പൊറുതിമുട്ടിയിട്ടാണ് സംഘടിച്ച് ആ യോഗത്തിൽ വന്നിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരു കാരണവശാലും നിങ്ങൾ ഭക്ഷണം ഇപ്രാവശ്യം കൊടുക്കുന്നുണ്ട്, വേസ്റ്റ് അരിക്കാച്ചി കുളത്തിലും അതുപോലെ തന്നെ ഈ പ്രദേശം തള്ളുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിൽ അത് കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന കാര്യം ആ യോഗത്തിൽ ആളുകളെ പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗം പച്ചവെളിച്ചം വാർത്തയായിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കാൻ, കഴിഞ്ഞ വർഷം
പിന്നെ നമ്മുടെ ആരാധന മഹോത്സവം കഴിഞ്ഞതിന് ശേഷം മൂക്ക് പൊത്താതെ ആ അമ്പലത്തിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും പച്ചവെളിച്ചം വാർത്ത നൽകിയിരുന്നു. അപ്പൊ ക്ഷേത്രത്തിലേക്ക് പിന്നെ എല്ലാ ദിവസവും പെരുമാളെ കണ്ടു തൊഴുത് ജീവിതചര്യ ആരംഭിക്കുന്ന ആളുകളുണ്ട് പയ്യന്നൂര്. അവരൊക്കെ ക്ഷേത്ര ദർശനത്തിന് പോകുന്ന സമയത്ത് ആ പ്രദേശമാകെ മൂക്ക് പൊത്താതെ നടക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഉയരുകയും പച്ചവെളിച്ചം അതൊക്കെ വാർത്തയാക്കുകയൊക്കെ ചെയ്ത സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രദേശവാസികളും പച്ചവെളിച്ചം എന്ന് പറയുന്ന മാധ്യമവും കടുത്ത നിലപാട് സ്വീകരിച്ചത്. എന്നാൽ ഈ വിഷയമൊക്കെ മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ നഗരസഭ ഇവിടെ പിന്നെ ഈ ആഘോഷ കമ്മിറ്റിക്കാരെയും എക്സിക്യൂട്ടീവ് ഓഫീസറെയും വിളിച്ച് വരുത്തിയിരുന്നു. രണ്ടാമത്തെ യോഗത്തിൽ, ഒന്നാമത്തെ യോഗത്തിന് ശേഷം രണ്ടാമത്തെ യോഗം നടക്കുന്ന സമയത്ത് അവിടെയുള്ള തൽപര കക്ഷികളായ ആളുകൾ അല്ല, ഇപ്പൊ അവിടുത്തെ വീടുകളിൽ പല വീടുകളിലും അടുപ്പ് പിന്നെ തെളിയിക്കാറില്ല. അവിടെ ഭക്ഷണം എല്ലാ ദിവസവും ഇവർക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ആദ്യം കയറിയിട്ട് ഭക്ഷണം കഴിക്കും ആ പ്രദേശത്തുള്ള ആളുകളാണ്. അതുകൊണ്ട് മത്സരമാണ്. 14 ദിവസം ഭക്ഷണം കഴിച്ചിട്ട് അടങ്ങും എന്നുള്ള രീതിയിലുള്ള ഒരു മത്സര ബുദ്ധിയോട് കൂടിയിട്ട് ചില ആളുകൾ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇപ്രാവശ്യവും പിന്നെ 14 ദിവസവും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്, എതിർപ്പുണ്ടായിട്ടും. എന്നാൽ നഗരസഭ ഈ വിഷയമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നഗരസഭ പിന്നെ ആഘോഷ കമ്മിറ്റിക്കാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും 2 യോഗങ്ങൾ ഇവിടെ വിളിച്ചു ചേർത്തു. ഈ 2 യോഗത്തിലും നഗരസഭ അത് പ്രദേശവാസികളുടെയും ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ 2 പ്രാവശ്യം ഇവിടെ യോഗം വിളിച്ചു ചേർത്ത സമയത്ത് നഗരസഭ എടുത്ത നിലപാട് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിച്ചിട്ട് അതുപോലെ തന്നെ അവിടെ ചന്തയിൽ വരുന്ന ആളുകൾക്ക് ആവശ്യം, ചന്തയിൽ പിന്നെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളുണ്ട് 100 കണക്കിന് ആളുകൾ, അവരൊക്കെ പിന്നെ മലമൂത്ര വിസർജനം നടത്തുക ഈ അരിക്കാച്ചി കുളത്തിന് സമീപം തുറസായ പ്രദേശങ്ങളിലുമാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഈ പിന്നെ ടോയ്ലറ്റും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് പ്ലാന്റും നിർബന്ധമായിട്ട് അവിടെ നടപ്പിലാക്കണം എന്ന രീതിയിൽ ഇവർക്ക് റിട്ടേൺ ആയിട്ട് പിന്നെ ക്ഷേത്ര ഭരണാധികാരികൾക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് പിന്നെ റിട്ടേൺ ആയിട്ട് ഇവരുടെ ഓർഡർ കൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. എന്നാൽ അതൊന്നും ഇവർ പാലിക്കാതെ ഇവർ ഭക്ഷണം എല്ലാ ദിവസവും കൊടുത്തു. അവിടുത്തെ താൽക്കാലികമായി ടാങ്കുകൾ അവിടെ സ്ഥാപിച്ചു. അതിൽ ഈ വേസ്റ്റുകൾ ശേഖരിച്ചിട്ട് ഇവർ രാത്രിയിൽ ടാങ്കറിൽ കൊടുത്തിട്ട് ആ ടാങ്കറിൽ ഈ പിന്നെ കഞ്ഞിവെള്ളമടക്കമുള്ള കൈ കഴുകിയ പാത്രം കഴുകിയ വെള്ളങ്ങളൊക്കെ അവര് പിന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുമ്പ് വെള്ളൂരിൽ ഇങ്ങനെയുള്ള സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അവര് ഈ വിഷയം വളരെ ഗൗരവത്തിലെടുക്കുകയും ഈ ടാങ്കറിനെ തടയുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യം അവിടെ നിലവിലുണ്ട്. നമ്മൾ പച്ചവിളിച്ച് ഇന്നൊരു പരാതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നഗരസഭാ സെക്രട്ടറിക്ക് പച്ചവിളിച്ച് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, റിട്ടേൺ പരാതിയാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഇന്നലെയും ഇന്നുമായിട്ട് അവിടെ ശേഖരിക്കുന്ന ഈ വേസ്റ്റുകൾ ഒരു കാരണവശാലും പുറത്തേക്ക് കൊണ്ടുപോയി തള്ളുന്ന സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതിനാവശ്യമായ നടപടികൾ നഗരസഭാ സെക്രട്ടറി എന്ന രീതിയിൽ സെക്രട്ടറി എടുക്കണം. അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇവിടുത്തെ ഹെഡിനെ കണ്ടിട്ടുണ്ട്, അവരെടുക്കണം എന്നുള്ള രീതിയിൽ അവർക്ക് റിട്ടേൺ പരാതി, നഗരസഭാ സെക്രട്ടറിക്ക് റിട്ടേൺ പരാതി പച്ചവെളിച്ചം നൽകിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പച്ചവെളിച്ചം എത്തിയിട്ടുള്ളത് എന്ന കാര്യവും പ്രേക്ഷകരുമായിട്ട് അഭിപ്രായം ഞാൻ അറിയിക്കുകയാണ്. ഈ വിഷയം തന്നിഷ്ടപ്രകാരം നമ്മൾ തീരുമാനിക്കും, നമ്മൾ ചെയ്യും, ആരാ ചോദിക്കാൻ എന്ന രീതിയിലുള്ള ധാർഷ്ട്യമാണ് നഗരസഭയെ പോലും വിശ്വാസത്തിലെടുക്കാതെ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറും ആരാധനാ മഹോത്സവ കമ്മിറ്റിയും കൈക്കൊണ്ടിട്ടുള്ളത്. ആ തീരുമാനത്തിനെതിരാണ് നമ്മുടെ നാട് എന്നുള്ള അഭിപ്രായം തന്നെയാണ് സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ വിഷയം വളരെ ഗൗരവത്തിലോടെ എടുക്കാൻ വേണ്ടി നഗരസഭ തയ്യാറാവണം. ഇന്നലെ സ്ഥാപിച്ച വെള്ളം അവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയിട്ടില്ല, ടാങ്കർ പോലീസ് കസ്റ്റഡിയിലാണ്. അതുപോലെ തന്നെ ഇനി പകര സംവിധാനം ഉണ്ടാക്കിയിട്ട് അവര് ടാങ്കറിൽ ഈ മലിനജലം കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇവരൊരുക്കുകയാണെങ്കിൽ അത് തടയണം. അത് ഒരു തരത്തിലും അനുവദിക്കാൻ വേണ്ടി പാടില്ല എന്ന കാര്യമാണ് നഗരസഭാ സെക്രട്ടറിയോട് പച്ചവെളിച്ചം പറഞ്ഞിട്ടുള്ളത്. ഇതൊരു പോരാട്ടമാണ്. ഇത് തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്, വർഷങ്ങളായി പറയുന്നതാണ്, തുടക്കത്തിൽ പറഞ്ഞതാണ്. അന്ന് പറഞ്ഞ സമയത്ത് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒരുക്കുമെന്ന് സുമിത്രൻ, അതിന്റെ ട്രസ്റ്റി ബോർഡ് അംഗമായിട്ടുള്ള ചേംബറിന്റെ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള സുമിത്രൻ യോഗത്തിൽ വാക്ക് നൽകിയിട്ടുണ്ട്. അത് പാലിക്കാതെ അവരുടെ തന്നിഷ്ടമാണ് ഇവിടെ പ്രകടമാക്കിയിട്ടുള്ളത്. ക്ഷേത്രം നമ്മുടെ തറവാട്ട് സ്വത്താണ് എന്ന് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ അടക്കം പറഞ്ഞ വിവരം കെട്ടവന്മാര് ഉള്ള ഒരു സംവിധാനമാണ് ആ ക്ഷേത്രത്തിന്റെ ഭരണ സംവിധാനം എന്നതും പറയാൻ പച്ചവെളിച്ച് ആഗ്രഹിക്കുന്നു. ഒരു കാര്യത്തിൽ ഉറപ്പിച്ചും തറപ്പിച്ചിട്ടും
നിലപാട് പറയാം. ഈ മലിന ജലം ടാങ്കറുകളിൽ രാത്രിയിൽ കടത്തി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിനും അനുവാദം കൊടുക്കാൻ വേണ്ടി നഗരസഭ തയ്യാറാവാൻ വേണ്ടി പാടില്ല എന്ന രീതിയിലാണ് നഗരസഭയ്ക്ക് പരാതി കൊടുത്തിട്ടുള്ളത് എന്ന കാര്യം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നു. ഒരു മാധ്യമം പറയേണ്ട കാര്യങ്ങള് വാർത്തയായും യോഗത്തിൽ പോയും പറഞ്ഞ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് കുറച്ചും കൂടെ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് നിയമപരമായിട്ട് ഒരു ഇവിടുത്തെ അധികാര സംവിധാനങ്ങളെ കണ്ട് പരാതി നൽകാനുള്ള ഉത്തരവാദിത്വവും പച്ചവെളിച്ചം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന കാര്യം പിന്നെ പ്രേക്ഷകരുമായിട്ട് പയ്യന്നൂരുമായിട്ട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ പെട്ടെന്ന് ഈ ലൈവിലേക്ക് വന്നിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐ മാത്രം പോരാ. ഡിവൈഎഫ്ഐ ആണ് വെള്ളൂരിൽ മലിനജലം തടങ്ങി പിന്നെ മലിനജലം ഒഴുക്കിയ ടാങ്കർ തടഞ്ഞിട്ടുള്ളത്. ഇനി ഇന്നും നാളെയുമായിട്ട് ടാങ്കറുകൾ പോവും. ഡിവൈഎഫ്ഐ മാത്രം വേണമെന്നില്ല. യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും യുവമോർച്ചയും അടക്കമുള്ള യുവജന സംഘടനകള് ഈ ടാങ്കറുകൾ ഇവിടുന്ന് പോയിട്ട് എവിടെ ഒഴുക്കിക്കളയുന്നു ഈ വെള്ളം എന്ന കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത് നിർബന്ധ ബുദ്ധിയോടുകൂടി നടപ്പിലാക്കിയ ഈ ഉത്സവാഘോഷ കമ്മിറ്റിക്കാര്, ക്ഷേത്രം ട്രസ്റ്റി ബോർഡുകാര്, എക്സിക്യൂട്ടീവ് ഓഫീസർ, അതുപോലെ തന്നെ ദിവസവും അവിടെ പോയിട്ട് വീട്ടിന്റെ അടുക്കള പൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചവര്, ഇതിന് 75,000 രൂപ വെച്ചിട്ട് ഓരോ ദിവസവും ഭക്ഷണത്തിന് പണം നൽകിയവര്, അവരൊരു ബക്കറ്റിൽ ഈ മലിന ജലവും എടുത്തിട്ട് അവരവരുടെ വീടുകളിൽ കൊണ്ടുപോയിട്ട് ഇത് ഒഴിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരുണ്ടാക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ മലിനജലം ഒരു തരത്തിലും നമ്മുടെ പൊതു ഇടങ്ങളിൽ പിന്നെ ഒഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന കാര്യം അർത്ഥസംഘക്ക് ഇടയില്ലാതെ പച്ചവെളിച്ചവിടെ പറയുന്നു. പച്ചവെളിച്ചത്തിന് വേണ്ടി നഗരസഭയുടെ മുന്നിൽ നിന്ന് രാജീവൻ പച്ച.